ഹായ് ഓൾ, വെൽക്കം ടു KS ഓൺ. ഞാൻ ഇന്ന് മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പേഴ്സണേജ് എന്നുള്ള ടോപ്പിക്ക് ഇട്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം പഠിച്ചിട്ട് വേണം, ആ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണാനായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള, അവിടെ നിന്ന് പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വീഡിയോ കാണുക. അപ്പം ആദ്യം നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ടേംസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ടല്ലേ. എന്തൊക്കെയാണ്? കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് അല്ലേ, പിന്നെ പ്രോഫിറ്റ്, അതേപോലെ തന്നെ ലോസ്. എന്താ കോസ്റ്റ് പ്രൈസ്? ഒരു സാധനം മേടിക്കുന്ന വില, അതാണ് കോസ്റ്റ് പ്രൈസ് അല്ലെ. സെല്ലിംഗ് പ്രൈസോ? ഒരു സാധനം വിൽക്കുന്ന വിലയാണ് സെല്ലിംഗ് പ്രൈസ്. ഇനി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വരുന്നത്? സെല്ലിംഗ് പ്രൈസ് കൂടിയിരിക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ പറയാം? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ്. ഇനി ലോസ് എപ്പോഴാണ് വരുന്നത്? സെല്ലിംഗ് പ്രൈസ് കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മേടിച്ച വില കോസ്റ്റ് പ്രൈസ് കൂടുതലായിരിക്കും അല്ലെ. അത് നമുക്ക് പറയാം കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് ലോസ് എന്ന് പറയുന്നത്. ഇനി അറിയേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. എന്തിന്റെയും നമ്മൾ പെർസെൻറ്റേജ് കാണുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു, അതായത് ഇപ്പൊ എന്തിനാ നമ്മൾ പറയത്തില്ലേ ക്ലാസ്സിലെ ബോയ്സിന്റെ പെർസെൻറ്റേജ് കാണുന്ന പറഞ്ഞാൽ ബോയ്സിന്റെ എണ്ണം ബൈ ടോട്ടൽ ഇൻറ്റു 100 അല്ലെ. ഒരു ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇൻറ്റു 100 ചെയ്യുന്നു. അപ്പൊ അതേപോലെ തന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാ? പ്രോഫിറ്റ് ബൈ താഴെ എന്താ? കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ ആണോ? ഇനി ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? പ്രോഫിറ്റ് അല്ല, ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. മറക്കരുത്. നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. പെർസെൻറ്റേജിൽ നമ്മൾ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുമായിരുന്നല്ലേ. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞായിരുന്നു അവർ തമ്മിലുള്ള ഡിഫറൻസ് ബൈ എന്താ? പെർസെൻറ്റേജ് ഇൻക്രീസ് ആണെങ്കിൽ ചെറിയ വാല്യൂ, അപ്പോൾ പ്രോഫിറ്റ് വരുന്ന സമയത്ത് കോസ്റ്റ് പ്രൈസ് അല്ല ചെറിയ വാല്യൂ, അത് താഴെ വരും. ഇനി ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? പെർസെൻറ്റേജ് ഡിക്രീസ്, എത്രമാത്രം കുറഞ്ഞു എന്നുള്ളതല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് അതാണ് ലോസ് അല്ലെ. ബൈ ഏതാണ്? പെർസെൻറ്റേജ് ഡിക്രീസ് വെച്ചാൽ നമ്മൾ ഏതാ എഴുതേണ്ടത്? വലിയ വാല്യൂ എഴുതുന്നത് അല്ലെ. അപ്പൊ കോസ്റ്റ് പ്രൈസ് ആണ് ഇവിടുത്തെ വലുത്. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിലും ലോസ് പെർസെൻറ്റേജ് ആണെങ്കിലും ബേസ് എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്, അത് മറക്കരുത്. ക്ലിയർ ആണല്ലോ? പിന്നെ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജോ ലോസ് പെർസെൻറ്റേജോ കാണണമെങ്കിൽ, മനസ്സിലായോ? പെർസെൻറ്റേജ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? കോസ്റ്റ് പ്രൈസ് വേണം, സെല്ലിംഗ് പ്രൈസ് വേണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരേ എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ആയിരിക്കണം വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മുട്ട വിൽക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ 10x കോസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 10x സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്നിന്റെ എടുക്കാം. ഇപ്പോൾ ഒരു എഗ്ഗിന്റെ കോസ്റ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ ഒരു എഗ്ഗിന്റെ സെല്ലിംഗ് പ്രൈസ്. മനസ്സിലായോ? അതായത് എണ്ണം തുല്യമായിരിക്കണം നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജോ ലോസ് പെർസെൻറ്റേജോ കാണുമ്പോൾ. അത് ഓർത്തിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആകും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലോസ് പെർസെൻറ്റേജ് പറഞ്ഞു. ഇനി നോക്കിയേ, ഞാൻ പറഞ്ഞായിരുന്നു പെർസെൻറ്റേജ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എക്സ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. 10% ഇൻക്രീസ് വന്നപ്പോൾ അതെന്തായി? പുതിയ വാല്യൂ 110% ഓഫ് എക്സ് ആയെന്ന് പറഞ്ഞു അല്ലെ. ഇനി 10% ഡിക്രീസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു? 90% ഓഫ് എക്സ് അല്ലെ. അപ്പൊ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാല്യൂ, അല്ലെങ്കിൽ അതാണ് 100% എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. ഒറിജിനൽ എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് പെർസെൻറ്റേജ്. നമ്മൾ പറഞ്ഞ ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നിടത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പറയുക കോസ്റ്റ് പ്രൈസ്. ഇനി 10% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പുതിയ വില എന്ന്, പുതിയ നമ്പർ എന്ന് പറയുന്നതിന് ഇവിടെ പുതിയ വില എന്ന് പറയാം, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 110% ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇപ്പൊ നമ്മുടെ ഇക്വേഷനായി സെല്ലിംഗ് പ്രൈസിന്റെ ഇക്വേഷൻ ആണ് എന്ത്? 110% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതായത് നമുക്ക് ജനറൽ ആയിട്ട് എഴുതിയാൽ, ഞാൻ ഒരു എക്സാമ്പിൾ അല്ലേ പറഞ്ഞേക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ്. ക്ലിയർ ആണോ? എന്താണ്? 10% ആണ് പ്രോഫിറ്റ് എങ്കിൽ 100 പ്ലസ് 10, 110% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ്. ഇനി 20% ആണ് പ്രോഫിറ്റ് എങ്കിൽ 100 പ്ലസ് 20, 120% ഓഫ് കോസ്റ്റ് പ്രൈസ്. ക്ലിയർ ആണോ? ഇനി അതേപോലെ നമ്മളിവിടെ ഡിക്രീസ് ചെയ്യുന്നത് പോലെ തന്നെ 10% ലോസ് ആണെങ്കിൽ എങ്ങനെ എഴുതും? 90% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ എങ്ങനെ ഇക്വേഷൻ എഴുതാം?
സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ്. ക്ലിയർ ആണോ? ഒരു ഇക്വേഷൻ ഇതാണ്. ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇപ്പൊ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ചോദിച്ചാൽ കോസ്റ്റ് പ്രൈസിന്റെ ഇവിടെ വാല്യൂ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കുക. ഇനി കോസ്റ്റ് പ്രൈസ് ചോദിച്ചാൽ ഇവിടെ സെല്ലിംഗ് പ്രൈസിന്റെ അടുത്ത് വാല്യൂ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് ഒരു രീതി. ഈ ഇക്വേഷനും കൂടെ മനസ്സിലാക്കുക. ക്ലിയർ ആണ്? നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും ഒക്കെ ഇട്ട് കണ്ടുപിടിക്കുന്നതിൽ എളുപ്പം നമുക്ക് ഈ ഒരു ഇതുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അതേപോലെ പെർസെൻറ്റേജ് വെച്ച് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തഡും കൂടെ ഉണ്ട്. ശ്രദ്ധിക്കാം. എപ്പോഴും ഓർത്തിരിക്കുക, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% ആണ്. മനസ്സിലായോ? നമ്മൾ ഒറിജിനൽ നമ്പർ എന്നൊക്കെ പറഞ്ഞ പോലെ കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100% ആണ്. ഇനി സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് പറയുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയിട്ട് പറയുക. പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുക, 10% പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം എത്ര ആയിരിക്കും? 110% ആയിരിക്കും. ക്ലിയർ ആണോ? പ്രോഫിറ്റ് ഇനി ലോസ് ആണെങ്കിൽ ലോസ് 20% ലോസ് ആണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം നമുക്ക് എന്ത് പറയാം? ലോസ് ആണ്. അപ്പൊ 100 മൈനസ് 20 80%. ക്ലിയർ ആണോ? അപ്പം ഏതാണെന്ന് നോക്കുക. കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100% ആണ്. സെല്ലിംഗ് പ്രൈസ് വരുന്നത് എപ്പോഴാ? സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് പറയുന്നത് എങ്ങനെയാ? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയിട്ട് പറയുക. പ്രോഫിറ്റ് ആണെങ്കിൽ അത് 100 പ്ലസ് ആ വാല്യൂ ഇട്ട് പറയുക. ലോസ് ആണെങ്കിൽ 100 മൈനസ് ആ വാല്യൂ ഇട്ട് പറയുക. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഈ രീതിയിൽ നമുക്ക് പ്രോബ്ലം വേഗം ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇത് രണ്ടും, അതായത് ഈ രണ്ടും ഒരേ രീതി വെച്ച് ചെയ്യാവുന്നതാണ്. രണ്ടും ഓർത്തിരിക്കുക. ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോഴും ഓരോയിടത്തും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതും എഴുതി വെച്ചേക്കുക. ദെൻ ഈ ഒരു രീതിയിൽ പ്രോബ്ലം ചെയ്യാൻ ഞാൻ പഠിപ്പിക്കുമ്പോൾ അത് ആ ഒരു രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, അതേപോലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ, ലോസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ കൂടെ ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A man buys a cycle for rupees 1400. Buys അല്ലെ, അതായത് കോസ്റ്റ് പ്രൈസ് ആണ് 1400 and sells it at a loss of 15%. ലോസ് 15%. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കാണാനാണ് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന്. ക്ലിയർ ആണോ? അപ്പം ഞാൻ പറഞ്ഞു കോസ്റ്റ് പ്രൈസിന്റെ പെർസെൻറ്റേജ് എന്താണ്? 100%. 100% എന്ന് പറയുന്നതാണ് അപ്പൊ എന്ത്? 1400. ഇനി സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് എന്താ? ലോസ് ആ. 15% ലോസ് ആയതുകൊണ്ട് സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് നമുക്ക് എന്ത് പറയാം? 100 മൈനസ് 15 85%. 100% 1400 ആണെങ്കിൽ 85% എത്രയാണ്? ഇത് കണ്ടുപിടിക്കുക. ഒറ്റ സ്റ്റെപ്പ് നമുക്ക് ഇതേപോലെ ചെയ്യാം. ക്ലിയർ ആണോ? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ ചെയ്യാം. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 മൈനസ് 15% ഓഫ് 1400. രണ്ടാണെങ്കിലും എളുപ്പമാണ്. ഈ രണ്ട് രീതിയിൽ ഏതാണെന്ന് ചെയ്യാം. ഓക്കെ, ഒരു കാൽക്കുലേഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു രീതി പറയുന്നത്. ഇതും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നോക്കിയേ, എപ്പോഴും ഓർക്കുക കോസ്റ്റ് പ്രൈസ് 100% ആണ്. 100% 1400 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ചോദിക്കുന്നു അല്ലെ. അപ്പൊ 85% എന്താണ്? ഇതിന്റെ ഒരു എളുപ്പം എന്ന് പറഞ്ഞാൽ നോക്കി, 100 എങ്ങനെയാ 1400 ആവുന്നത്? ഇൻറ്റു 14 ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ ഇവിടെയും ചെയ്താൽ മതി. 85 ഇൻറ്റു 14 ചെയ്താൽ ആൻസർ ആയി. ക്ലിയർ ആണോ? 85 ഇൻറ്റു 40 20 34 5 8 1190 rupees. ക്ലിയർ ആണോ? ഡയറക്റ്റ് റിലേഷൻ കിട്ടുന്നില്ല, ഇങ്ങനൊരു റിലേഷൻ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്ത് ചെയ്തോളാം. അതായത് നമ്മൾ പറയത്തില്ല 100% 1400 ആണെങ്കിൽ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1400/100 ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ 85% എന്നാൽ ഇൻറ്റു 85. ഇത് തന്നെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? 1400 ഇൻറ്റു 85/100. ഇവിടെ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കാൽക്കുലേഷൻ. ക്ലിയർ ആണോ? അപ്പൊ ഇത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A watch is sold for rupees 1600. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 1600 at a loss of 20%. Then find the cost price. അപ്പം പറഞ്ഞേ, ലോസ് 20% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം എത്ര ആയിരിക്കും? 80%. 80% ആണ് 1600.
എങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ശതമാനം എത്രയാണ് 100%. 100% എത്ര ആണ്? ക്ലിയർ ആണോ? 80 എങ്ങനെയാ 1600 ആവുന്നത്? ഇൻറ്റു 20. അപ്പൊ ഇവിടെയും ഇൻറ്റു 20 ചെയ്യുക. എന്ത് വരും? 2000 rupees. ക്ലിയർ ആണോ? Next question. When Raju sold a mobile phone for rupees 1950, he lost 25%. How much do he have to sell it to get 30% profit? Raju 1950 rupeesന് മൊബൈൽ ഫോൺ വിറ്റപ്പം he lost 25%. അല്ലേ? അതായത് 1950 സെല്ലിംഗ് പ്രൈസ് ആയപ്പം ലോസ് 25%. എങ്കിൽ എത്ര രൂപ 30% പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ? നമുക്ക് രണ്ട് രീതി കണ്ടുപിടിക്കാം. നോക്കിയേ, സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട്, ലോസ് 25%. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? അതായത് ഒരു മൊബൈൽ ഫോൺ മേടിച്ചൊരു വിലയുണ്ട്, 25% ലോസിന് വിൽക്കുന്നു അല്ലെ? അത് 1950 വിൽക്കുന്നതെങ്കിൽ 25% ലോസ് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുന്ന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ആ കോസ്റ്റ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് 30% പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കാന്ന് കണ്ടുപിടിച്ചുകൂടായോ? ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഞാൻ ചെയ്യുവാണ്. നോക്കിയേ, സെല്ലിംഗ് പ്രൈസ് 1950, ലോസ് 25 ആണ്. അപ്പൊ എത്രയാണ്? 75% എന്ന് പറയുന്നതാണ് 1950 എങ്കിൽ 100% എത്രയാന്ന് കാണുക അല്ലെ? അതാണ് കോസ്റ്റ് പ്രൈസ്. ക്ലിയർ ആണോ? അപ്പൊ 1950 by 75 into 100. ക്ലിയർ ആണോ? ഇങ്ങനെ ഇത് ഡയറക്റ്റ് റിലേഷൻ ഉണ്ടോ നോക്കുക. കിട്ടുന്നതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്തോളൂ. അതായത് എന്താ, ഇത് രണ്ടും കൂടെ രണ്ടെണ്ണം ഉള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഒരെണ്ണം ഉള്ളത് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് നോക്കുക. രണ്ടെണ്ണം ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരെണ്ണം ഉള്ളത് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അത് 1950 into 100 by 75. ഓക്കെ, 25 ക്യാൻസൽ ചെയ്ത് ഇവിടെ 4, ഇവിടെ 3, ഇവിടെ ഇത് കട്ട് ചെയ്താൽ 6, 5, 0, 650 into 4, 20, 2600 കോസ്റ്റ് പ്രൈസ് ആയി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 2600 rupees വിലയുള്ള മൊബൈല് 30% പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം അല്ലെ? അപ്പൊ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട്, അതായത് 100% എന്ന് പറയുന്നത് 2600 ആണെങ്കിൽ 130% എത്ര എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 2600 into 130 by 100. ക്ലിയർ ആണോ? സോൾവ് ചെയ്യുക. 26 into 130 സോൾവ് ചെയ്യുക. നമുക്ക് 3380 എന്ന് കിട്ടും. 3380 rupees. അതാണ് 130 rupeesന് അല്ലെങ്കിൽ 30% പ്രോഫിറ്റ് കിട്ടാൻ ഈ രൂപയ്ക്കാണ് നമ്മൾ വിൽക്കേണ്ടത്. ക്ലിയർ ആണോ? ഇതിന് നമുക്ക് ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ, അതായത് ഈ 2 പ്രാവശ്യം ചെയ്യാതെ നമുക്ക് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നോക്കിയേ, 25% ലോസ് കിട്ടാൻ എത്ര രൂപയ്ക്കാണ് വിറ്റ്? 1950. ദാറ്റ് മീൻസ് 75% ആണ് ഈ പറയുന്ന 1950 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 30% പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നല്ല ചോദിച്ചത്. 30% പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം എന്താണ്? 130%. ക്ലിയർ ആണോ? അപ്പൊ 75% 1950 ആണെങ്കിൽ 130% എത്രയാണ് എന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? ഇത് സോൾവ് ചെയ്യാമല്ലോ. 1950 into 130 by 75. ഇത് ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്യുക. നമുക്ക് 3380 എന്ന് തന്നെ ആൻസർ കിട്ടും. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പം ഈ പെർസെന്റേജ് വെച്ച് ആ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ അതിന് 100% കൊടുക്കുക. സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയിട്ട് അതിന്റെ പെർസെന്റേജ് കൊടുത്ത് ചെയ്യുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the cost price is 95% of the selling price, what is the profit percentage? എന്താണ് പറയുന്നത്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 95% ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ് എങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ്. നമുക്കറിയാം, പ്രോഫിറ്റ് പെർസെന്റേജ് കാണണമെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കിട്ടണം പ്രോഫിറ്റ് പെർസെന്റേജ് കാണണമെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഇവിടെ പറയുന്നതൊക്കെ അസ്യൂം ചെയ്യാം. ഏത് അസ്യൂം ചെയ്യണം? സെല്ലിംഗ് പ്രൈസ് 100 ആയിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, നമ്മൾ പെർസെന്റേജിൽ ഞാൻ പറഞ്ഞു എക്സ് എന്നൊക്കെ അസ്യൂം ചെയ്യുന്നതിലും ഏറ്റവും എളുപ്പം 100 എന്ന് അസ്യൂം ചെയ്യുന്നതായിരിക്കും എളുപ്പം അല്ലെ? അപ്പൊ സെല്ലിംഗ് പ്രൈസ് 100 എന്ന് അസ്യൂം ചെയ്താൽ
കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും 95 ആയിരിക്കും. അതായത് 95% സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 100, കോസ്റ്റ് പ്രൈസ് 95. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയില്ലേ പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിച്ചുകൂടായോ? എന്താ സെല്ലിംഗ് പ്രൈസ്? 100 മൈനസ് 95 ബൈ 95 ഇൻറ്റു 100. സോൾവ് ചെയ്യാം. ഓക്കെ, 5 ബൈ 95 ഇൻറ്റു 100. കട്ട് ചെയ്തേ. 1 5 വെച്ച് നമ്മൾ 95 ഡിവൈഡ് ബൈ 5 1 19 അല്ലേ? 100 ഡിവൈഡ് ബൈ 19 നോക്കിയോളൂ. 19 ഇൻറ്റു ഏത് എഴുതാൻ പറ്റും? 7 അല്ല, 100-നകത്ത് നീക്കണ്ട. അപ്പൊ നമുക്ക് 5 ചെയ്യാം അല്ലെ? 6 ആവുമ്പോഴത്തേക്ക് 11 ആവില്ലേ? അപ്പൊ 5. അപ്പൊ ഏതാ 5 പോയിന്റ് വരുന്ന സംതിങ് നോക്കുക. 5 എന്തായാലും കറക്റ്റ് ആയിട്ട് പോകത്തില്ല, അങ്ങനെ നോക്കുക. അപ്പൊ എന്തായിരിക്കും വരുന്നത്? 45 95 ദെൻ ബാക്കി എന്തായാലും വരുമല്ലോ. അപ്പൊ ഏതാ ആൻസർ? 5.26%. ക്ലിയർ ആണോ? Next question. Krishnan bought a camera and paid 20% less than its original price. He sold it at 40% profit on the price he had paid. The percentage of profit earned by Krishnan on the original price was. Krishnan ഒരു ക്യാമറ മേടിച്ചു and paid 20% less than its original price. ഒറിജിനൽ പ്രൈസിന്റെ 20% കുറച്ചാണ് ആര് മേടിക്കുന്നത്? കൃഷ്ണൻ ക്യാമറ മേടിക്കുന്നത്. എന്നിട്ട് he sold it at 40% profit on the price he had paid. അയാൾ എത്ര കൊടുത്തു അതിന്റെ 40% പ്രോഫിറ്റിൽ അയാൾ വിറ്റു. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ പ്രൈസ് വെച്ചിട്ട് അയാളുടെ പ്രോഫിറ്റ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് അസ്യൂം ചെയ്തു പോകാം. ആദ്യം നമ്മുടെ ഒറിജിനൽ പ്രൈസ് ഒക്കെ നമുക്ക് വേണ്ടേ? അതുകൊണ്ട് ഒറിജിനൽ പ്രൈസിൽ നമുക്ക് തുടങ്ങാം. ഒറിജിനൽ പ്രൈസ് 100 ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര രൂപയാ പേ ചെയ്തത്? എത്ര ആയിരിക്കും അടച്ചത്? 20% ലെസ്. 100 ആണെങ്കിൽ 20% കുറച്ചാൽ 80 രൂപ അല്ലെ? 80 റുപ്പീസിനാണ് അയാൾ അത് മേടിച്ചത്. ഇനിയും അയാൾ എത്ര രൂപയ്ക്കാ വിൽക്കുന്നത്? 40% പ്രോഫിറ്റ് ഉണ്ട് പ്രൈസ് ഹി ഹാഡ് പെയ്ഡ്. അതായത് അയാൾ മേടിച്ച തുകയുടെ 40% പ്രോഫിറ്റിലാണ് എന്ത് മേടിക്കുന്നത്? എന്താണ് അയാൾ ആ വാച്ച് വിൽക്കുന്നത് അല്ലെ? സെല്ലിംഗ് പ്രൈസ്. അപ്പം 100% എന്ന് പറഞ്ഞാൽ 80. അങ്ങനെയാണെങ്കിൽ 140% എത്ര ആണെന്ന് ക്ലിയർ ആണോ? സോ എന്ത് വരും? 80 ഇൻറ്റു 140 ബൈ 100. എത്ര വന്ന്? 14 ഇൻറ്റു 8 112. അപ്പൊ 112 റുപ്പീസിനാണ് അയാൾ അത് വിറ്റത് അല്ലെ? ഇയാളുടെ സെല്ലിംഗ് പ്രൈസ് 112 റുപ്പീസ് ആണ്. ദ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ബൈ കൃഷ്ണൻ ഉണ്ട് ഒറിജിനൽ പ്രൈസ്. ഒറിജിനൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അയാൾ ആ വിറ്റ വിലയില്ലേ? വിറ്റ വിലയും കൂടെ വെച്ചാൽ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ്? ഒറിജിനൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അതായത് 100 റുപ്പീസ് ഉള്ള ക്യാമറ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് 112 റുപ്പീസിന് വിറ്റു അല്ലെ? അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ്? 100ന്ന് 112 ആവാൻ 12% അല്ലെ? 12% പ്രോഫിറ്റ്. ക്ലിയർ ആണല്ലോ? 100 ആവുന്നുണ്ട് നമ്മൾ ഇത് പെട്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഇട്ട് പറയും അല്ലെ? ഡിഫറൻസ് എടുക്കുന്നു ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ ഗെയിൻ എത്രയാണ്? 12 ബൈ 100 ഇൻറ്റു 100. ക്ലിയർ ആണോ? ഒറിജിനൽ പ്രൈസ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് 100 ആയിരുന്നു ഒറിജിനൽ പ്രൈസ്. അയാൾ 112 റുപ്പീസിന് വിറ്റെങ്കിൽ എത്രയാണ്? 12% പ്രോഫിറ്റ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോസ്റ്റ് പ്രൈസ് ഓഫ് എ റേഡിയോ ഈസ് 600. 5% of the cost price is charged towards transportation. After adding that, if the net profit to be made is 15%, then the selling price of the radio must be. ഒരു റേഡിയോയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 600 ആണ്. 5% of cost price is charged towards transportation. 5% ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. 5% of 600 എത്ര വരും? 30 അല്ലെ? 10% 60 ആണ്, അതിന്റെ പകുതി അല്ലെങ്കിൽ 5 by 100 into 600 ചെയ്ത് നോക്കുക, 30 വരും അല്ലെ? അതായത് 600ന്റെ കൂടെ 30യും കൂടെ ആഡ് ചെയ്തു അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടെ എല്ലാം ആഡ് ചെയ്താണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് പറഞ്ഞത്. 600 റുപ്പീസിന് മേടിച്ചു, 30 റുപ്പീസ് ആയാലും ട്രാൻസ്പോർട്ടേഷന് കൊടുത്തു, അങ്ങനെ 630 റുപ്പീസ് ആയി നമുക്ക് പറയാം. അതും കൂടെ ചേർത്തിട്ടാണ് the net profit to be made is 15%. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15% ആണ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് കാണാം. ഒന്നുമില്ല, ഇവിടുത്തെ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് വേണം കോസ്റ്റ് പ്രൈസ് എന്ന് പറയാൻ. അത്ര ഓർത്തിരുന്നാൽ മതി. 100%
630 ആണെങ്കിൽ എത്ര? പ്രോഫിറ്റ് 15 അല്ലേ, 115% എത്ര ആണെന്ന് പറയുക. ക്ലിയർ ആണോ? That is 115 into 630 by 100. സോൾവ് ചെയ്യുക. ആൻസർ നമുക്ക് 724.50 എന്ന് വരും. ഇതിപ്പോ നമുക്ക് പോയിന്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിനെയും കട്ട് ചെയ്യണമെന്നില്ല. 63 115 into 63 ചെയ്ത് നോക്കാം. നമുക്ക് 72450 കിട്ടും. ദെൻ സീറോസ് ക്യാൻസൽ ചെയ്ത് ബാക്കി പോയിന്റ് ഇടുക. 724.50. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. By selling 33 meter of cloth, a person gains the cost of 11 meters. Find his gain percentage. ഒരാള് 33 മീറ്റർ ക്ലോത്ത് വിൽക്കുമ്പം എന്താണ് ഗെയിൻ ആയിട്ട് കിട്ടുന്നത് 11 മീറ്ററിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് എങ്കിൽ അയാളുടെ ഗെയിൻ പെർസെന്റേജ് കാണാൻ. ഗെയിൻ പെർസെന്റേജ് നമുക്കറിയാം എന്താണ്, ഗെയിൻ ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലെ, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് ഗെയിൻ പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, 33 മീറ്റർ ക്ലോത്ത് വിൽക്കുമ്പോൾ അയാൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? ഗെയിൻ ആയിട്ട് 11 മീറ്ററിന്റെ കോസ്റ്റ് പ്രൈസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് അസ്യൂം ചെയ്യാം കോസ്റ്റ് പ്രൈസ് ഓഫ് 1 മീറ്റർ 1 റുപ്പീസ് ആണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് 11 മീറ്റർ എന്ന് പറഞ്ഞാൽ 11 റുപ്പീസ് അല്ലെ. കോസ്റ്റ് പ്രൈസ് ഓഫ് 33 മീറ്റർ എന്ന് പറഞ്ഞാൽ 33 റുപ്പീസ്. അപ്പൊ 33 റുപ്പീസ് ഉള്ള 33 മീറ്റർ ക്ലോത്ത് വിൽക്കുമ്പോൾ എത്ര ഗെയിൻ കിട്ടുന്നത്? അതായത് 33 റുപ്പീസ് ഉള്ള സാധനം വിൽക്കുമ്പോൾ ഗെയിൻ ആയിട്ട് എന്ത് കിട്ടുമെന്നാ പറഞ്ഞത്? 11 മീറ്ററിന്റെ കോസ്റ്റ് പ്രൈസ്, അതായത് 11 റുപ്പീസ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് ഉണ്ട്, ഗെയിൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഗെയിൻ പെർസെന്റേജ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കത്തില്ലേ സെല്ലിംഗ് പ്രൈസ്. നമുക്കറിയാം ഗെയിൻ ഇസിക്കൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിന്റെ കൂടെ ഗെയിനും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടി അല്ലെ. അപ്പൊ ഗെയിൻ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ ദാറ്റ് ഈസ് 11 ബൈ കോസ്റ്റ് പ്രൈസ് എത്ര? 33 ഇൻറ്റു 100. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് കട്ട് ചെയ്താൽ 100 by 3 അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലാണ് ആൻസർ എടുക്കുന്നത്. ഏതാണെന്ന് നോക്കി, ഇത് നോക്കിയേ 33 1/3, 33 into 3 99, 99 plus 1 100 അല്ലെ, 100/3, 33 1/3%. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the cost price of 15 books is equal to selling price of 20 books, find the loss percentage. 15 ബുക്സിന്റെ കോസ്റ്റ് പ്രൈസ് 20 ബുക്സിന്റെ സെല്ലിംഗ് പ്രൈസുമായിട്ട് ഈക്വൽ ആണെന്ന്. ക്ലിയർ ആണോ? 15 ബുക്സിന്റെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 ബുക്സുമായിട്ട് ഈക്വൽ ആണെന്ന്. ഓക്കെ, ലോസ് പെർസെന്റേജ് കാണാൻ. അപ്പം എന്താണ് സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും കണ്ടുപിടിക്കുക. ഏതാണ്? ഒരേ എണ്ണത്തിന്റെ, അത് എപ്പോഴും ഓർക്കുക. നമ്മൾ നേരത്തെ 33 മീറ്റർ വിറ്റു, അതിന്റെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചു. അതിന്റെ കൂട്ട് തന്നെ ഇവിടെയും ഒരേ എണ്ണത്തിന്, അത് ഏതാണെന്ന് വെച്ചാൽ ഈ 15 ബുക്സിന്റെ കോസ്റ്റ് പ്രൈസ് നമ്മുടെ ഉണ്ടെങ്കിൽ 15 ബുക്സിന്റെ സെല്ലിംഗ് പ്രൈസും കണ്ടുപിടിച്ച് അത് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരേ എണ്ണത്തിന്റെ കണ്ടുപിടിക്കുക എന്ന് ഓർത്താൽ മതി. നേരത്തെ പോലെ നമുക്ക് കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ബുക്ക് 1 റുപ്പീസ് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് 15 ബുക്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 15 റുപ്പീസ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ബുക്ക് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 20 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, സെല്ലിംഗ് പ്രൈസ് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 ബുക്കിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ബുക്ക് കിട്ടി. സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 ബുക്ക് എന്ന് പറഞ്ഞാൽ എത്ര? അത് 15 ബുക്സിന്റെ കോസ്റ്റ് പ്രൈസ് ആണെന്ന് പറഞ്ഞു അല്ലെ. ദാറ്റ് ഈസ് 15 റുപ്പീസ്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 20 ബുക്സിന്റെ കോസ്റ്റ് പ്രൈസ് 20 റുപ്പീസ് ആണെങ്കിൽ 20 ബുക്സിന്റെ സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് 15 റുപ്പീസ് എന്നും കിട്ടി അല്ലെ. അപ്പൊ 20 ബുക്കിന്റെ കോസ്റ്റ് പ്രൈസും ഉണ്ട്, 20 ബുക്കിന്റെ സെല്ലിംഗ് പ്രൈസും ഉണ്ട്. നോക്കിയ ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് നോക്കിയെന്ന്. 20 റുപ്പീസിന് മേടിച്ചു, 15 റുപ്പീസിന് വിറ്റു അല്ലെ. അപ്പൊ ലോസ് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ലോസ് പെർസെന്റേജ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ലോസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 20 മൈനസ് 15 ബൈ താഴെ എന്താ എഴുതേണ്ടത്? കോസ്റ്റ് പ്രൈസ് 20 into 100. ക്ലിയർ ആണോ? 5/20 into 100. കട്ട് ചെയ്യാം 4 ഇവിടെ കട്ട് ചെയ്താൽ 25% ആണ് ലോസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
A sell an article to B at a profit of 20% and B sells it to C at a profit of 25%. If C pays rupees 225 for it, what was the cost price of A? Okay, A ഒരു ആർട്ടിക്കിൾ ബിക്ക് കൊടുത്തു. എത്രയാണ്? 20% ബിക്ക് 20% പ്രോഫിറ്റിൽ കൊടുത്തു. ബി അത് 25% പ്രോഫിറ്റിൽ സിക്ക് കൊടുത്തു. എങ്കിൽ സി പേ ചെയ്യുന്നത് 225 റുപ്പീസ് സി പേ ചെയ്തെങ്കിൽ എന്താണ് ഇതിന്റെ കോസ്റ്റ് പ്രൈസ്? അതായത് ആദ്യം ഇതിനൊരു വിലയുണ്ട് അല്ലെ, അതിന് 20% പ്രോഫിറ്റ് വിറ്റു, പിന്നീട് 25% പ്രോഫിറ്റ് വിറ്റു, അങ്ങനെയുള്ള ആ ഒരു വിലയാണ് ഈ 225 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തുടക്കം നോക്കിയേ, പെർസെന്റേജിൽ നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഷോർട്ട് കട്ട് ഒരു ഇക്വേഷനോട് അപ്ലൈ ചെയ്തായിരുന്നു. ഓർമ്മയുണ്ടോ? പെർസെന്റേജിൽ നോക്കിയേ, ഒരു നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിന് ആദ്യം എക്സ് പെർസെന്റേജ് ചേഞ്ച് ഉണ്ടായി, പിന്നീട് y പെർസെന്റേജ് ചേഞ്ച് ഉണ്ടായെങ്കിൽ റിസൾട്ടന്റ് ചേഞ്ച് എന്താണ് എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തായിരുന്നു. ക്ലിയർ? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100% അല്ലെ, അത്രയുമാണ് റിസൾട്ടന്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെയും അതേപോലെ തന്നെ. അവിടെ ഞാൻ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ്, ഡിക്രീസ് എന്ന് പറയുന്നത് ലോസ്. ക്ലിയർ ആണോ? ഇവിടെ ഇതാണ്, ആദ്യം ഇതിനൊരു വില ഉണ്ടായിരുന്നു, അതിനെ ആദ്യം 20% ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ 20% പ്രോഫിറ്റ്, പിന്നീട് 25% പ്രോഫിറ്റ് അല്ലെങ്കിൽ 25% ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഈ റിസൾട്ടന്റ് ചേഞ്ച് അല്ലെങ്കിൽ റിസൾട്ടന്റ് പെർസെന്റേജ് നമുക്ക് കണ്ടുപിടിച്ചുകൂടായോ? എങ്ങനെയാണ്? 20 പ്ലസ് 25, രണ്ടും പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് പ്ലസ് അല്ലെ. 20 പ്ലസ് 25 പ്ലസ് 20 ഇൻറ്റു 25 ബൈ 100. സോൾവ് ചെയ്തേ. 5 ഓക്കെ, ദാറ്റ് ഈസ് എന്ത് വരും? 45 പ്ലസ് 5 50%. അപ്പം ഏതോ ഒരു വില ഉണ്ടായിരുന്നു, കോസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. 50% പ്രോഫിറ്റിന് അത് നമുക്ക് പറയാം ഇത് സെല്ലിംഗ് പ്രൈസ് അല്ല, ഇത് കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഇത് 50% പ്രോഫിറ്റിന് വിറ്റ വില എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ പറയാം 225 അല്ലെ. ദാറ്റ് ഈസ് 150 50% പ്രോഫിറ്റിന് വിറ്റെങ്കിൽ ആ സെല്ലിംഗ് പ്രൈസ് നമുക്ക് 150% എന്ന് പറയാം അല്ലെ. 150% 225 ആണെങ്കിൽ 100% എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, 15 ഇൻറ്റു 150 ഇൻറ്റു എന്താ 225 എന്ന് ആലോചിച്ച് നോക്കി. 15 ഇൻറ്റു 15 അല്ലേ 225 എന്ന് പറയുന്നത് അല്ലെ. അപ്പം അങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരു 15ഉം വേണം, ഒരു 0യും നമുക്ക് കളയണം അല്ലെ. അങ്ങനെ നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം അല്ലെ. ഒരു 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അല്ലെങ്കിൽ ക്രോസ് ചെയ്തോളുക, 225 ഇൻറ്റു 100 ബൈ 150. സോൾവ് ചെയ്ത് 0 കട്ട് ചെയ്തു, 15 ഇവിടെ കട്ട് ചെയ്താലും 15 ആയി, ദാറ്റ് ഈസ് 150. ഓക്കെ, ഓപ്ഷൻ എ. ക്ലിയർ ആണോ? അപ്പൊ പെർസെന്റേജ് പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പ്രോഫിറ്റ്. അവിടെ ഇൻക്രീസ് എന്ന് പറഞ്ഞു, ഡിക്രീസ് എന്ന് പറഞ്ഞു, ഇവിടെ പ്രോഫിറ്റ് ലോസ് എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? അപ്പം ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നന്നായിട്ട് ആ ഒരു ആദ്യം ഞാൻ പറഞ്ഞു പെർസെന്റേജ് നന്നായിട്ട് പഠിക്കുക, അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും. ഇത് നന്നായിട്ട് നോക്കുക. ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.